നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ഞാൻ ചെയ്ത വീടുകളുടെ വാസ്തുപരമായിട്ടും അതിൻ്റെ നിർമ്മാണത്തിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയുണ്ടായി. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതായിരിക്കും ഉചിതം. കുറേ എപ്പിസോഡുകളിലായിട്ട് ഞാൻ ചെയ്ത വീടുകളും അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്ലാനും നമ്മൾ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുകയും അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നതും വാസ്തുവിദ്യ കേരളത്തിൽ ഒരു പ്രാധാന്യമായിട്ട് ഗൃഹനിർമ്മാണത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ഒരു തുടക്കം ആധുനിക രീതിയിൽ നമ്മളൊരു ആർക്കിടെക്റ്റ് നിലവാരത്തിൽ ആധുനിക രീതിയിൽ ഒരു 1995 മുതൽ ഞാൻ ഈ മേഖലയിൽ കടന്നു വരികയും അതുമുതൽ ഞാൻ ചെയ്ത ധാരാളം കേരളീയ ശൈലിയിലുള്ള വീടുകൾ അത് തച്ചുശാസ്ത്ര പ്രകാരം നിർമ്മാണത്തിൽ പ്ലാനിൽ മാത്രമല്ല അതിൻ്റെ നിർമ്മാണത്തിലും ഞാൻ പുലർത്തിയിരുന്ന സത്യസന്ധത ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ വീട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഈ വീട് 2009 ആറ്റിങ്ങലിനടുത്ത് ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ വിശേഷമാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ഞാനത് എടുത്തു പറയുന്നു. ഇത് പൂർണ്ണമായും വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു 4 കെട്ട് ഭവനം. അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മുറികളുടെ കണക്ക്, വീടിൻ്റെ പര്യന്ത ചുറ്റ്, മധ്യസൂത്രം എന്നു വേണ്ട എല്ലാ വീട്ടിൻ്റെ സ്ഥാനനിർണയം മുതൽ ഒരു വാസ്തുപരമായിട്ട് ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടാണ്. അതിൻ്റെ കേരളീയ തച്ചുശാസ്ത്ര വിധി പ്രകാരം ഒരു വീട് വാസ്തുപരമായ കാര്യങ്ങൾ മാത്രമല്ല അതിൻ്റെ നിർമ്മാണ ശൈലിക്കും പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാവും. അതിൻ്റെ ഒരു ഭംഗി ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ സിമെട്രിക്കലായിട്ട് ഒരു വീട് എങ്ങനെയാണ് നമ്മളത് ഡിസൈൻ ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ വരുന്നതെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കേരളീയ രീതിയിലുള്ള ഒരു വീടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇത് വിദേശത്ത് ഉള്ള ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ പണിത ഇന്ദ്രസേൻ എന്നാണ് ആ വീട് ഉടമസ്ഥൻ്റെ പേര്. അദ്ദേഹത്തിന് 2 ആൺമക്കൾ. ആ സമയത്ത് 2009 ഞാൻ പൂർത്തിയാക്കിയ വീട്ടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ 15 സെൻറ്റാണ്. 15 സെൻറ്റിൽ 2009 പൂർത്തിയാക്കിയത്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് 2045 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് 1668 സ്ക്വയർ ഫീറ്റും അങ്ങനെ ടോട്ടൽ 3713 സ്ക്വയർ ഫീറ്റും ഉള്ള ഒരു വീടാണ്. ഇതിൻ്റെ വാസ്തുപരമായിട്ട് നമ്മൾ ഓരോന്നും നോക്കുമ്പോൾ മുറികളുടെ കണക്ക് മുതൽ എല്ലാം കൃത്യമായിട്ട് തച്ചുശാസ്ത്ര വിധി പ്രകാരം മുറികൾ, ഓരോ ബെഡ്റൂം, ഹാള്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ഫസ്റ്റ് ഫ്ലോറ് എല്ലാം തന്നെ കൃത്യമായ അളവുകൾ പാലിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ വാസ്തുപരമായ മുറികളുടെ കണക്കിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രധാന ചുറ്റളവെന്ന് പറയുന്നത് 80 കോൽ 8 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ദ്വിജേനയുടെ കണക്കായതുകൊണ്ട് വീട് പടിഞ്ഞാറും കിഴക്ക് ദർശനമായിട്ടും അത് വരത്തക്ക രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം 4 കെട്ടാണ്. അപ്പോൾ 4 കെട്ട് ഭവനം നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ദ്വിജേനയുടെ കണക്ക് കൊടുത്താൽ 4 ദിക്കിലേക്കും നമുക്ക് ആ വീട് ഉപയോഗിക്കാൻ കഴിയും. തച്ചുശാസ്ത്ര വിധി പ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യും. ഏകഗൃഹങ്ങളായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോന്നിൻ്റെയും കണക്ക് നോക്കി ചെയ്യേണ്ടി വരും. ഇത് 80 കോൽ 8 എന്നുള്ള ദ്വിജീയനാണ്. അപ്പോൾ വീട് പടിഞ്ഞാറ് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു കണക്കിൽ കൊടുത്ത് ദ്വിജീയനയുടെ കണക്ക് ഞാൻ കൃത്യമായിട്ട് അത് പാലിച്ച് 80 കോൽ 8 ഞാൻ ഒരുപാട് വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്ത വീടുകൾ ഏറ്റവും നല്ല ഐശ്വര്യമുള്ള വീടുകളൊക്കെ തന്നെ ഈ ചുറ്റളവിൽ വരാൻ കൊടുക്കാനുള്ള കാരണവും അതിൻ്റെ പ്രത്യേകതയും അതിൽ താമസിക്കുന്നവരുടെ ഇതുവരെയുള്ള അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ പ്രധാനമാണ്
വാസ്തുപരമായി ആദ്യം നമ്മൾ നോക്കേണ്ടത് ഭൂമിയുടെ കിടപ്പ്. അപ്പോൾ ആ ഭൂമി എങ്ങനെയുള്ളതാണ്, അത് നമുക്ക് അതിനനുയോജ്യമായ രീതിയിൽ കിഴക്കോട്ട് നമുക്ക് അഭിമുഖമായിട്ട് വരുമ്പോൾ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ചെറിയ ഒരു സ്ലോപ്പെങ്കിലും കൊടുത്ത് അതിനെ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് ചുറ്റളവ് ഞാൻ നേരത്തെ പറഞ്ഞു 80 കോൽ 8 അங்குലം, അതും ഉത്തമമായ ഒരു കണക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഓരോ മുറികളുടെയും കണക്കുകളും അതിൻ്റെ വിശേഷങ്ങളിലേക്കുമാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 2045 സ്ക്വയർ ഫീറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? 2 ബെഡ്റൂം, അത് കഴിഞ്ഞ് ഒരു വരാന്ത, കാർ പോർച്ച്, ഒരു പൂജാമുറി, ഫാമിലി വന്നു കയറുന്ന ഒരു ഫാമിലി ലിവിങ് സ്പേസ്, ഒരു നടുമുറ്റം, ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ, ഇത്രയും കൂടി ചേർന്ന് 2045 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് 1668 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അളവുകളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റിൽ ഒരു ചെറിയ പൂമുഖം അതിനകത്ത് കൊണ്ട് അത് ആ എലിവേഷൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കേരളീയ തനിമയോടുകൂടി ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു പോർഷൻ അങ്ങനെ പ്രൊജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വളരെ വലുതാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു 150 സെൻറ്റിമീറ്റർ 2 കോൽ 2 അங்குലം വീതിയുള്ള ഒരു വരാന്തയാണ്. അതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്കൊരു കാർ പോർച്ച്. പിന്നെ നേരെ വിശാലമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഡ്രോയിങ് ഹാളാണ്. അതിൻ്റെ അളവെന്ന് പറഞ്ഞത് 4 കോൽ 22 അங்குലവും 6 കോൽ 22 അங்குലവും എന്ന് പറഞ്ഞാൽ 498 ഇൻറ്റു 354 സെൻറ്റിമീറ്റർ അളവിലുള്ളതാണ് ഇതിൻ്റെ സ്വീകരണ മുറി. സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇതിനകത്ത് ഒരു നടുമുറ്റം കോർട്ട്യാർഡാണ്. ആ കോർട്ട്യാർഡ് 3 കോൽ 10 അങ്കുലം 3:10 എന്നുള്ള ഒരു ചുറ്റളവിലാണ് അതിൻ്റെ നടുമുറ്റം അളവ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ബെഡ്റൂം, ഒന്ന് ഒരു 5 കോൽ 22 അങ്കുലം 4 കോൽ 6 അങ്കുലം എന്നുള്ള ഒരു കണക്കിലുള്ള ഒരു ബെഡ്റൂം ആദ്യത്തെ, അത് 306 ഇൻറ്റു 426 എന്നുള്ള സെൻറ്റിമീറ്റർ കണക്കിൽ, അതും കൃത്യമായി വാസ്തു അളവുകൾ പാലിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് അത് 4 കോൽ 6 അങ്കുലവും 4 കോൽ 14 അങ്കുലവും 6 കോൽ 6 അങ്കുലവും എന്ന് പറഞ്ഞാൽ 330 ഇൻറ്റു 450 എന്നുള്ള ഒരളവാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതിൽ ഡ്രസ്സ് വിത്ത് ടോയ്ലറ്റ്. ഇത്രയാണ് ആ ബെഡ്റൂമിൻ്റെ 2 ബെഡ്റൂമിൻ്റെ അളവ്. പിന്നെ വരുന്നത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് 300 ഇൻറ്റു 450 എന്നുള്ള ഒരു കണക്കിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിച്ചൻ്റെ അളവെന്ന് പറഞ്ഞത് 300 ഇൻറ്റു 432 എന്നുള്ള സെൻറ്റിമീറ്റർ കണക്കും, കോലിലാണെങ്കിൽ 4 കോൽ 4 അങ്കുലം 6 കോൽ എന്നുള്ള ഒരു ചുറ്റളവാണ് കിച്ചണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട്. അത് 3 കോൽ 2 അങ്കുലം 3 കോൽ 8 അങ്കുലം എന്നുള്ള 240 ഇൻറ്റു 222 എന്നുള്ള ഒരളവിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ വാസ്തുപരമായി എല്ലാ മുറികളും കണക്കുകൾ നോക്കി ചുറ്റളവ് എല്ലാം നോക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മൊത്തം വീടിൻ്റെ 80 കോൽ 8 അങ്കുലം എന്ന് ഞാൻ പറഞ്ഞത് 16 കോൽ 16 അങ്കുലം വിസ്താരവും 21 കോൽ 12 അങ്കുലം എന്ന് പറഞ്ഞാൽ 15:48 അങ്ങനെ വരുന്ന ഒരു ചുറ്റളവും കൂടെ വരുമ്പോൾ 80 കോൽ 8 അങ്കുലം എന്നുള്ള വീടാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് ഞാൻ കണക്ക് ശരിയാക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ 3 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ആ 3 ബെഡ്റൂം വളരെ വിശേഷപ്പെട്ട രീതിയിൽ ഡ്രസ്സ്, ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 5 കോൽ 22 അങ്കുലം 4 കോൽ 6 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ്. 306 ഇൻറ്റു 426 എന്നുള്ള ഒരു സെൻറ്റിമീറ്ററാണ് ആദ്യത്തെ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ടോയ്ലറ്റും ഉണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം താഴെ ഉള്ള ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ അത് 330 450 കോലിൽ പറയുകയാണെങ്കിൽ 414 ഇൻറ്റു 6 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിനോട് ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റും ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം എന്നുണ്ട് 330 ഇൻറ്റു 432 എന്നുള്ള സെൻറ്റിമീറ്ററാണ്. അത് 6 കോല് 4 കോൽ 4 അങ്കുലമാണ് അതിൻ്റെ ചുറ്റളവായിട്ട് വരുന്നത്. ഇപ്പോൾ 3 ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു
ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു അങ്കണത്തിന് നമ്മൾ താഴത്തെ നടുമുറ്റത്തിന് ചുറ്റും ഒരു അങ്കണമുണ്ട്. അതിനോട് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ഫാമിലി ലിവിങ് സ്പേസ് എന്നുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് അളവിലാണെങ്കിൽ 11x18 അങ്കുലവും 3x10 അങ്കുലവും എന്നുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഹാളായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഒരുമിച്ച് കിടക്കുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു കണക്കാണ്. അത് ഫാമിലി ലിവിങ്. അതിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അത് 288x150 എന്നുള്ള ഒരു കണക്ക് കൊടുത്ത് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് പൂർത്തിയാകും. ഒരല്പം ടെറസ് ബാക്കിൽ കൊടുത്തിട്ടുമുണ്ട്. ഇതിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമ്മൾ വളരെ കണക്കുകൾ പ്രകാരം നമ്മൾ അത് കൊടുത്ത് ചെയ്തെങ്കിലും അത് പൂർത്തിയായപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് അടുത്ത് നോക്കാം. നമ്മൾ ഇതുവരെ ഈ വീടിൻ്റെ വാസ്തുപരമായിട്ട് മുറികളുടെ കണക്കുകളും അതിൻ്റെ ചുറ്റളവും ഒക്കെ നമ്മൾ പരിശോധിക്കുകയും കാണുകയും ഉണ്ടായി. ഇനി ഈ വീട്ടിൻ്റെ നിർമ്മാണത്തിൽ ഞാൻ അവലംബിച്ചിരിക്കുന്ന പ്രത്യേകതകളും അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വീട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഞാൻ ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സിമട്രി, അത് നമ്മൾ കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണോ ഭാവനയിൽ ഒരു വീട് സങ്കല്പം ചെയ്ത് കേരളീയ തനിമയോടുകൂടിയുള്ള വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു ചിത്രം വരച്ചതുപോലെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ് പോലെ നമ്മൾ തോന്നിക്കുന്ന രീതിയിൽ കൃത്യമായി അതിൻ്റെ ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ വീട്ടിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നത്. അപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു തച്ചുശാസ്ത്ര വിധിപ്രകാരം നമ്മൾ ഒരു വീട് പണിയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ വീടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളും അതോടൊപ്പം അതിൻ്റെ കണക്കുകളും. ആ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു എലിവേഷൻ, നമുക്ക് ഏറ്റവും ഒരു ഹൃദ്യമായി തോന്നുന്ന രീതിയിൽ കേരളീയ തനിമയോടുകൂടിയുള്ള ഒരു എലിവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിനെ ഞാൻ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നോക്കൂ, ആ താഴെ ഒരു ചെറിയ പൂമുഖം, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ബാൽക്കണി, ആ ബാൽക്കണിയുടെ ഇരുവശത്തും ഒരൊറ്റ സെൻട്രൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരേ പോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെ തോന്നിക്കത്തക്ക രീതിയിലാണ് ഞാൻ അതിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കി അതിൻ്റെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് അതിൽ എടുത്തു പറയേണ്ട വിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പാണ്. ആ ഓരോ ഗ്രൗണ്ട് ഫ്ലോർ ആയാലും ഫസ്റ്റ് ഫ്ലോർ ആയാലും അതിൻ്റെ സ്ലോപ്പ് അത് കൃത്യമായി നമ്മൾ പഴയ കാലത്തുള്ള വീടുകളുടെ അളവുകൾ പാലിച്ചുകൊണ്ട്, ഞാനിത് വളരെയധികം സൂക്ഷ്മമായിട്ട് പഴയ നാലുകെട്ടും തറവാടുകളും ഒക്കെ എൻ്റെ ഒരു റിസർച്ച് മെൻറ്റാലിറ്റിയിൽ ഞാൻ പഠിച്ച് അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചും കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഹൈറ്റ്, ഈ പ്രൊപ്പോർഷനാലിറ്റി ഞാൻ രൂപപ്പെടുത്തി ഇങ്ങനെ ഒരു വീട് എനിക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. അതിൽ കാണുന്ന ഗേബിൾ അല്ലെങ്കിൽ മുഖപ്പ്, അതിൽ വരുന്ന തൂണുകൾ, വരാന്ത, ചാരുപടി, ഇതെല്ലാം തന്നെ നമ്മുടെ എത്രയോ വർഷത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന കേരളീയ തനിമയോടുകൂടിയ ഒരു വീട്ടിൻ്റെ ഒരു തനി ആവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഈ വീടിൻ്റെ നിർമ്മാണത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അകവശത്തേക്ക് കടന്നു പോയാൽ അതിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ലിവിങ് ഹാളുണ്ട്. അതും വളരെ വിശേഷമായിട്ട് നമ്മൾ ചെയ്തതാണ്. അത് കഴിഞ്ഞാൽ ആ ലിവിങ് ഹാൾ നേരെ കാണുമ്പോൾ ഒരു കോർട്ട്യാർഡ്. ആ കോർട്ട്യാർഡ് വെറുതെ ചെയ്തിരിക്കുകയല്ല, അതിനെ നല്ല പില്ലേഴ്സ് കൊടുത്ത് അതിൽ ഒരു ആർച്ച് ടൈപ്പിലുള്ള രീതിയിലൊരു നടുമുറ്റമൊക്കെ കൊടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് കാണുമ്പോൾ എൻ്റെ ബെഡ്റൂം ആയിരുന്നാലും അങ്ങനെ തന്നെ ബെഡ്റൂം മനോഹരമായിട്ട് നമ്മൾ അതിനകത്ത് അന്നത്തെ രീതിയിൽ 2009 ഞാൻ അത് പൂർത്തിയാക്കിയത്. അതും അതുപോലെ തന്നെ ഭംഗിയാക്കി നമ്മുടെ വാസ്തുപരമായ പ്ലാനും അതിൻ്റെ നിർമ്മാണവും പൂർത്തിയാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ വരുന്നത് സ്റ്റെയർ കേസാണ്. അതിൽ മരം കൊണ്ട്, അത് വുഡ് കൊണ്ട് തന്നെയാണ് സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറി പോകുന്നത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു ചെറിയ പൂജാമുറി അവിടെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും കൃത്യമായിട്ട് കണക്കുകൾ നോക്കിയിട്ടാണ്. അതിൻ്റെ ഡോറും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് കിച്ചണാണ്. കിച്ചണും വാസ്തുപരമായിട്ടുള്ള കണക്കുകളും അതോടൊപ്പം അതിൽ ക്യാബിനറ്റ്സൊക്കെ തേക്കും തടിയിൽ
ചെയ്ത് 2009 ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇന്റീരിയറും അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോഴാണെങ്കിൽ ഈ നടുമുറ്റത്തിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇരിക്കാനുള്ള ഒരു ചാരുപടി അത് നല്ല രീതിയിൽ ചെയ്ത് അതിൻ്റെ ഒരു ചാരി ഇരിക്കാനുള്ള ചാരു ബെഞ്ച് പോലെ അതും നമ്മൾക്ക് പഴമയെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇതെല്ലാം ഞാൻ ചെയ്ത വീടുകളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. 2009 പൂർത്തിയാക്കിയ വീടാണ്. ഇന്നിപ്പോൾ 2025 അപ്പോൾ അത്രയും ബാക്കിലോട്ട് ഞാൻ ഈ കേരളത്തിൻ്റെ വാസ്തുവിദ്യയെ അത്രമാത്രം ഞാനത് ഉത്തരവാദിത്വത്തോടു കൂടി സത്യസന്ധമായിട്ട് ഞാൻ ചെയ്തു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഞാൻ ഇതുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെയിൻ ഡോറുണ്ട്. ആ മെയിൻ ഡോർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പഴയ കാലത്തുള്ള നമ്മൾ തറവാട് വീടുകളിലുള്ളതുപോലുള്ള കൊത്തുപണിയോട് കൂടിയ ഒരു നല്ല ഡോറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൊത്തം പരിശോധിച്ചാൽ അതിൻ്റെ ഓരോ പാർട്ടും അതിനകത്ത് കേരളീയ തനിമ വിളിച്ചോതുന്ന തരത്തിൽ ഒരു പ്രകൃതി ഭംഗിക്ക് അനുസരിച്ച് ആണ് ഞാൻ പൂർത്തിയാക്കി അത് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനിയുള്ളത് നമുക്ക് അതിൻ്റെ ചുറ്റും മതിൽ നോക്കിയാൽ അതിനോടനുബന്ധിച്ച് നമുക്ക് ഇന്നത്തെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാമ്പൗണ്ട് വാളും ഗേറ്റും അതിൻ്റെ മുറ്റവും ഒക്കെ ഞാൻ ക്രമീകരിച്ച് നല്ല ഒരു വീടാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള ഒരുപാട് വീടുകൾ വളരെയധികം വീടുകൾ ഞാൻ പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. ഇത് തുടർച്ചയായി എനിക്ക് നിങ്ങളിൽ എത്തിക്കുന്നതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇത് കാണുന്നവർ അതിനെ സബ്സ്ക്രൈബ് ചെയ്യും, അതിനെ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.